ഹലോ പ്രിയ കൂട്ടുകാരെ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 2ാം സെമസ്റ്റർ AEC മലയാളം വിദ്യാർത്ഥികൾക്ക് വിനിമയ മലയാളവും സർഗാത്മക രചനയും എന്ന ഭാഗത്ത് ആധുനിക കേരളം ആരുടെ ഭാവനയാണ് എന്ന പ്രദീപൻ പാമ്പിരിക്കുന്നിൻ്റെ ഒരു ലേഖനം പഠിക്കാനുണ്ട്. ദളിത് സാഹിത്യ സാംസ്കാരിക വിമർശകനായ പ്രദീപൻ പാമ്പിരിക്കുന്നിൻ്റെ ഈ ലേഖനത്തിൽ എങ്ങനെയാണ് ആധുനിക കേരളം രൂപപ്പെട്ടത് എന്ന് വ്യക്തമാക്കുന്നു. മുഖ്യധാരാ ചരിത്രം തള്ളിക്കളഞ്ഞ ദളിതരുടെ പോരാട്ടങ്ങളെ വീണ്ടെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ലേഖനം ശ്രമിക്കുന്നത്. ആധുനിക കേരളം, ഇന്ന് നാം കാണുന്ന കേരളം രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട പലതര ചരിത്ര വസ്തുതകൾ നിലനിൽക്കുന്നുണ്ട്. എന്നാൽ ദളിത് അടിമജാതികൾ നടത്തിയ പോരാട്ടങ്ങളും അവർ നടത്തിയ സമരങ്ങളും ഈ എല്ലാ ചരിത്രവും സംസ്കരിക്കുകയാണ് ചെയ്തത് എന്ന് ലേഖകൻ പറയുന്നു. അങ്ങനെ പുറത്താക്കപ്പെട്ടു പോയ സംസ്കരിക്കപ്പെട്ട ചരിത്രത്തെ വീണ്ടെടുക്കാനുള്ള ശ്രമമാണ് പ്രദീപൻ പാമ്പിരിക്കുന്നിൻ്റെ ഈ ലേഖനത്തിലൂടെ ശ്രമിക്കുന്നത്. ആധുനിക കേരളം ഭാവന ചെയ്തത് അരുവിപ്പുറം പ്രതിഷ്ഠയല്ല എന്നും അത് ദളിതരുടെ കൊയ്ത്തുപാഠങ്ങളിൽ നിന്നാണ് എന്നുമുള്ള ശ്രദ്ധേയപരമായിട്ടുള്ള നിരീക്ഷണം അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നു. ശ്രീനാരായണ ഗുരു സ്തംഭിച്ച് നിന്ന കേരള നവോത്ഥാനത്തെ അതിന് മുൻപിലും അതിൻ്റെ പിൻപിലും ചലിപ്പിച്ചുകൊണ്ട് അവിടങ്ങളിലുണ്ടായ ദളിത് സാന്നിധ്യങ്ങൾ അടയാളപ്പെടുത്തുകയാണ് പ്രദീപൻ പാമ്പിരിക്കുന്ന് ചെയ്യുന്നത്. അദ്ദേഹം പറയുന്നുണ്ട്, കേരളീയ നവോത്ഥാനത്തെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ നമ്മുടെ മുൻപിലേക്ക് ആദ്യം വരുന്ന പേര് ഒരുപക്ഷെ ശ്രീനാരായണ ഗുരു എന്നായിരിക്കാം. കേരളത്തിൽ ഇന്ന് കാണുന്ന ആധുനിക ഈ വ്യവഹാര മണ്ഡലങ്ങൾ സൃഷ്ടിച്ചത് ആരാണ് എന്നൊരു ചോദ്യമൊക്കെ ചോദിക്കുമ്പോൾ മിക്കപ്പോഴും 1888 അരുവിപ്പുറം പ്രതിഷ്ഠയിലേക്കാണ് നാം എത്തുക എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ ഈ ചിന്തകളെ, ഈ വീക്ഷണങ്ങളെ വിശകലനാത്മകമായിട്ട് വിലയിരുത്തുകയാണ് പ്രദീപൻ പാമ്പിരിക്കുന്ന് ഈ ലേഖനത്തിൽ ചെയ്യുന്നത്. ആധുനിക കേരളത്തിൻ്റെ ചരിത്രത്തെ വസ്തുനിഷ്ഠമായിട്ട് വിലയിരുത്തിയാൽ ശ്രീനാരായണ ഗുരു ഒരു തുടക്കമല്ല, ഒരു തുടർച്ചയാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയുമെന്നാണ് അദ്ദേഹം പറയുന്നത്. കേരള ചരിത്ര പഠിതാക്കളും പഠിതരും ശ്രീനാരായണ ഗുരുവിലെ ഉറച്ച് അല്ലെങ്കിൽ സ്തംഭിച്ചു നിൽക്കുന്ന സാഹചര്യമുണ്ടായപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ അതിൻ്റെ മുന്നിലും പിന്നിലും ഉള്ള ദളിതിൻ്റെ ചരിത്രമുണ്ടായിരുന്നു എന്ന് നാം മറക്കരുത് എന്ന് പറയുന്നു. അടിമകളും ദളിത് ആദിവാസി വിഭാഗങ്ങൾ പൊതുസമൂഹം ഒരു കാലത്ത് നിശ്ചലരായി കണ്ടിരുന്നു എന്നും എല്ലാത്തരം സാമൂഹിക പരിണാമങ്ങളും സ്വീകരിക്കുന്നവരാണ് ദളിതരെന്ന് മനസ്സിലാക്കണമെന്നും, അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ ഒരു റിസീവിങ് എൻഡിലാണ് ദളിതർ എന്നുമുള്ളത് ഒരു പൊതുധാരണയെ, അല്ലെങ്കിൽ നമ്മൾ ഈ മേൽപ്പറഞ്ഞ ചിന്തകളെയൊക്കെ ദളിത് അടിമ ആദിവാസി വിഭാഗങ്ങളിൽ നിന്ന് പുതുതായി ഒന്നും ആരംഭിക്കില്ല എന്ന് സമൂഹം ഉറപ്പിക്കുന്ന ഒരു കാലഘട്ടത്തിന് സാമൂഹിക പരിണാമങ്ങൾക്ക് വേണ്ടി ദളിതർ നടത്തിയ സമരങ്ങളെ മുന്നോട്ട് വച്ചുകൊണ്ട് ഈ പൊതുധാരണകളെ തിരുത്തുകയാണ്, തകർക്കുകയാണ് ലേഖകൻ ചെയ്യുന്നത്. അതിനദ്ദേഹം ഉദാഹരണമായിട്ട് പറയുന്നത് പൊതുഗതാഗതം, പൊതുവിദ്യാഭ്യാസം, പൊതുതൊഴിൽ എന്നിവയൊക്കെയാണ് ആധുനിക കേരളത്തെ രൂപപ്പെടുത്തുന്നതിൽ സഹായിച്ചത്. ഇവയെല്ലാം ശ്രദ്ധേയപരമായിട്ടുള്ള സംഭാവന ചെയ്തത് ദളിത് അടിമജാതിക്കാരാണ് എന്ന് കൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. അതായത് മതം ഒരു ആജീവനാന്ത അടിമത്തമല്ലെന്നും അത് വ്യക്തിപരമായിട്ടുള്ളൊരു ഇഷ്ടമാണ് എന്നുമുള്ള ആശയം കേരളത്തിൻ്റെ പൊതുബോധത്തിൽ ആദ്യമായി സ്ഥാപിച്ചത് ദളിത് അടിമ ആദിവാസി ജനവിഭാഗങ്ങളാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് വസ്ത്രത്തിന്മേലുള്ള സ്വയം നിർണയാവകാശം, അതിനുവേണ്ടി നടന്ന ചാന്നാർ സമരത്തെക്കുറിച്ച്, കലാപത്തെക്കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. മതത്തെ സാമൂഹ്യ പരിവർത്തനത്തിനുള്ള സമരോപാധിയാക്കി മാറ്റിയത് അടിമകളാണെന്ന് പറയുന്നു. ഇതിൽ പൊയ്യയിലപ്പച്ചനൊക്കെ ഇതിന് ഉദാഹരിക്കുന്നുണ്ട് എന്ന് ലേഖനത്തിൽ എടുത്തു പറയുന്നുണ്ട്. പിന്നെ നേരത്തെ നമ്മൾ പറഞ്ഞ സാർവത്രിക വിദ്യാഭ്യാസം എന്ന ആധുനിക സങ്കല്പത്തിലേക്ക് കേരളത്തിലെ നയിച്ചത് ദളിത് വിഭാഗങ്ങളായിരുന്നു.
അതായത് ഹരിജനങ്ങളുടെ സ്കൂൾ പ്രവേശനം സഹിക്കവയ്യാതെ നായർ മാടമ്പി 1925 ആത്മഹത്യക്ക് ശ്രമിച്ചതായി തിരുവിതാംകൂർ നിയമസഭ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം ഓർത്തുവെക്കുക. സവർണ നേതാവായ ഊന്നു പാറപ്പണിക്കർ ബോധം കെട്ട് വീണ് സംസാരശേഷി നഷ്ടമായതിനെ കുറിച്ചൊക്കെ ചരിത്രത്തിൽ പറയുന്നുണ്ട്. അങ്ങനെ ഈ ഈ ഈ പറഞ്ഞു വന്ന മതപരിവർത്തനത്തിലൂടെ സാക്ഷരതയിലേക്കും അടിമജാതികൾ പ്രവേശിക്കുന്നതിൻ്റെ ഒരു ചരിത്രത്തെ പുതുക്കി നിർമ്മിക്കാൻ ഈ ലേഖനം ശ്രമിക്കുന്നുണ്ട്. മറ്റൊന്ന് എന്നുള്ളത് പൊതുവിദ്യാഭ്യാസത്തിന് വേണ്ടിയും പൊതുഗതാഗതത്തിന് വേണ്ടിയും ദളിതർ നടത്തിയ സമരങ്ങളാണ് പിന്നീട് ആധുനിക കേരളത്തെ സാധ്യമാക്കിയത് എന്നാണ് പറയുന്നത്. അതായത് വിജ്ഞാനത്തിൻ്റെ മണ്ഡലങ്ങളിലും ഭൗതിക സൗകര്യങ്ങളിലും കേരളം മെച്ചപ്പെട്ടു പോയതിൻ്റെ പിറകിൽ ഇത്തരത്തിലുള്ള ചരിത്രം തമസ്കരിച്ച നിരവധി പോരാട്ടങ്ങളുടെ കഥയുണ്ട് എന്നാണ് പറയുന്നത്. ഇങ്ങനെ ചരിത്രത്തിൻ്റെ നിശബ്ദതകൾ പൂരിപ്പിക്കുകയാണ് ഈ ലേഖനത്തിലൂടെ പ്രദീപൻ പാപ്പരിക്കുന്ന് ചെയ്യുന്നത്. കാണുന്നീലക്ഷരവും എൻ്റെ വംശത്തെപ്പറ്റി എന്ന് പാടിയ പൊയ്കയിൽ അപ്പച്ചനെ പോലെ പ്രദീപനും തൻ്റെ വംശത്തിൻ്റെ ചരിത്രം ഈ ലേഖനത്തിലൂടെ തിരയുകയാണ്. ആ ചരിത്രത്തെ വീണ്ടെടുക്കാനുള്ള ശ്രമമാണ് പ്രദീപൻ പാമ്പരിക്കുട്ടിൻ്റെ എഴുത്തും ജീവിതവും എന്ന് നമുക്ക് ലേഖനത്തിലൂടെ കടന്നു പോകുമ്പോൾ ബോധ്യമാകും. ആ എഴുത്തിൻ്റെ ധാരയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ലേഖനമാണ് ആധുനിക കേരളമാരുടെ ഭാവനയാണ് എന്നത്. ഇവിടെ പറയുന്നുണ്ട് ഈ വാമൊഴികളിൽ നിന്ന് വരമൊഴികളിലേക്കുള്ള ചരിത്രത്തിലേക്ക് കടന്നു വരാൻ സാധു ജനപരിപാലന സംഘവും സഹോദരൻ അയ്യപ്പൻ തുടങ്ങിയ പത്രങ്ങളിലൂടെ, അല്ലെങ്കിൽ സഹോദരൻ പത്രത്തിലൂടെയും സാധു ജനപരിപാലനി പത്രത്തിലൂടെയൊക്കെ കീഴാളർക്ക് സാധിച്ച ചരിത്രത്തെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. ആധുനിക കേരളത്തിലേക്ക് വഴി തുറന്ന സാർവത്രിക വിദ്യാഭ്യാസം, പൊതുഗതാഗതം എന്നിവയിലേക്ക് വഴി തുറന്നത് ദളിതരുടെ അടിമജാതിക്കാർ നടത്തിയ ജാതി വിരുദ്ധ സമരങ്ങളായിരുന്നു എന്നുകൂടി ഓർക്കണം എന്ന് ലേഖനം പറയുന്നുണ്ട്. അധ്വാനത്തെ സംബന്ധിച്ച പുതിയ അവബോധം സൃഷ്ടിച്ചുകൊണ്ട് അരിവുപുറം പ്രതിഷ്ഠയ്ക്ക് മുൻപ് തന്നെ അടിമജാതിക്കാർ കേരളീയ സാമൂഹിക ബോധത്തെ പുതുക്കി പണിതിരുന്നു എന്നതാണ് വസ്തുത. ആധുനികത മറ്റൊരു പ്രധാന അടിത്തറ മതേതരത്വത്തിൻ്റെതാണ് എന്നുകൂടി പറയുന്നുണ്ട്. അത് ജീവിതം കൊണ്ട് അനുഭവിച്ചവർ ദളിത് ജാതിക്കാരായിരുന്നു. മതം മാറ്റത്തിൻ്റെ ദീർഘകാല ചരിത്രം അവർക്ക് എന്ത് ചെയ്തു? ഈ പറഞ്ഞ മതമെന്ന അധികാര രൂപത്തെ ആദ്യം എതിർത്തത് ഈ പറഞ്ഞ ദളിത് ജാതിക്കാരാണ്. ജനാധിപത്യം എന്ന് പറയുന്ന വഴികളിലേക്ക് ഏറ്റവും എളുപ്പത്തിൽ കടന്നു വന്നതും ദളിത് ജനതയാണ് എന്ന് നാം മനസ്സിലാക്കണം. ശ്രീനാരായണ ഗുരുവും ചട്ടമ്പസ്വാമികളും മുത്തുകുമാരൻ സുബ്ബയ്യരായരും ഇവരുടെയൊക്കെ ശിഷ്യത്വം സ്വാമികളുടെ ശിഷ്യത്വം സ്വീകരിച്ചവരായിരുന്നു. അവർണരായ വൈകുണ്ഠസ്വാമികളായിരുന്നു ശ്രീനാരായണ ഗുരുവിൻ്റെ മറ്റൊരു വഴികാട്ടി എന്ന് പറയുന്നു. പുരുഷന്മാരുടെ തലപ്പാവ് ധരിക്കാനും സ്ത്രീകളുടെ മേൽമുണ്ട് ധരിക്കാനും വൈകുണ്ഠസ്വാമികൾ പറഞ്ഞതിനെക്കുറിച്ച് നമ്മൾ ഓർക്കേണ്ടതുണ്ട്. അയ്യങ്കാളി തലപ്പാവ് ധരിച്ചത് ഇതിൻ്റെ തുടർച്ചയായിരുന്നു എന്നുള്ളത്. സമപന്തി ഭോജനവും പൊതുകിണറും വസ്ത്രത്തിന് മേലെയുള്ള അവകാശമൊക്കെ വൈകുണ്ഠസ്വാമികൾ പ്രചരിപ്പിച്ചിരുന്നു എന്നുള്ളതാണ്. ഈ സിദ്ധയുടെ പരമ്പരയുടെ തുടർച്ചയാണ് എവിടെ കാണുന്നത്? പിന്നീട് വന്ന ശ്രീനാരായണ ഗുരുവിലൊക്കെ നാം കണ്ടത് എന്നാണ് പറയുന്നത്. 1700 ടിപ്പു സുൽത്താന്റെ ആക്രമണങ്ങളും ഇസ്ലാമിക ആശയങ്ങളും വസ്ത്രത്തെക്കുറിച്ചുള്ള പുതിയ വ്യവഹാരങ്ങളും കേരളത്തിൽ സജീവമാകുന്നുണ്ട് എന്നൊക്കെ ലേഖനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. നമുക്കറിയാം, ക്ഷേത്രപ്രവേശനം സാധ്യമാക്കിയതിൻ്റെ പിന്നിലും സഞ്ചാര സ്വാതന്ത്ര്യം സാധ്യമാക്കിയതിൻ്റെ പിന്നിലും സാർവത്രിക വിദ്യാഭ്യാസം സാധ്യമാക്കിയതിന് പിന്നിലും ദളിതരുടെ നീണ്ടകാല ചരിത്ര പോരാട്ടമുണ്ട് എന്ന് നാം മനസ്സിലാക്കണം. ഇത് അടയാളപ്പെടുത്തുന്നതിലൂടെ മുഖ്യധാരാ ചരിത്രം നിർമ്മിച്ചു വെച്ചിരിക്കുന്ന പല പൊള്ളത്തരങ്ങളെയും തുറന്നു കാട്ടുകയാണ് പ്രദീപൻ പാമ്പരിക്കുന്ന് ചെയ്യുന്നത്. ഇതിനായി അദ്ദേഹം കേരളത്തിൻ്റെ ചരിത്രം പറയുന്നതോടൊപ്പം തന്നെ അക്കാലത്തെ നോവലുകളിൽ നിന്നും സാഹിത്യകൃതികളിൽ നിന്നും ഉദാഹരണങ്ങൾ നിരത്തിക്കൊണ്ട് ചരിത്രത്തിൽ അദൃശ്യരാക്കപ്പെട്ട ജനതയെ നമ്മുടെ മുഖ്യധാരയിലേക്ക് എത്തിക്കാനുള്ള ശ്രമമാണ് ഈ ലേഖനത്തിലൂടെ നടത്തുന്നത്. നമുക്കറിയാം, ഈ ലേഖനം വായിക്കുമ്പോൾ കേവലം വൈകാരികതയ്ക്ക് അപ്പുറത്തേക്ക് വസ്തുതകൾ നിരത്തിക്കൊണ്ട് പ്രദീപൻ പാമ്പരിക്കുന്ന് തൻ്റെ വാദങ്ങളെ ഉറപ്പിക്കുന്നുണ്ട്.
ഇങ്ങനെ കേരളീയ നവോത്ഥാനത്തിന്റെ ചരിത്രത്തെ തന്നെ വിമർശന വിധേയമാക്കുകയാണ് ഈ ലേഖനം ചെയ്യുന്നത് എന്നുള്ള കാര്യം നാം ഓർത്തിരിക്കണം. ഓക്കെ, താങ്ക് യു.